ഞാൻ ഒന്ന് പ്ലാന്റേഷൻ വരെ പോവുകയാണ്. പ്ലാന്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയതാണ്. എവിടെ ദേശം? ഊര് ആസാം. ഇതാണ് ഇവിടുത്തെ കളി ഗ്രൗണ്ട്. കാടിനോട് ചേർന്ന് കിടക്കുന്ന കളി ഗ്രൗണ്ടാണ് കേട്ടോ. മൈതാനമാണ്. ഫുട്ബോളാണ് പിള്ളേർ കളിക്കുന്നത്. മൂന്നാറിലും പിന്നെ അതുപോലെ തേയിലത്തോട്ടങ്ങളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അതെ, അവിടുത്തെ ഒരു ഫീൽ, അതേ ഫീൽ തന്നെ കിട്ടും. ഞാൻ ഒന്ന് പ്ലാന്റേഷൻ വരെ പോവുകയാണ്. പ്ലാന്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയതാണ്. മനോഹരമായിട്ടൊരു കൊച്ചു കാഴ്ച, ഗ്രാമത്തിൻ്റെതായിട്ടുള്ളൊരു വല്ലാത്തൊരു സുന്ദര കാഴ്ച. വിളഞ്ഞു നിൽക്കുന്ന പാടമാണ്. കുറച്ച് ഏരിയയിൽ നല്ലപോലെ വിളഞ്ഞു നിൽക്കുന്ന പാടം. ആ പാടം കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. കുറച്ച് സ്ഥലം മാത്രമേ പാടുള്ളൂ, ബാക്കി പലയിടങ്ങളിലും പല കൃഷിയാണ്. ചിലയിടത്ത് തെങ്ങിൻ തോപ്പ്, ചിലയിടത്ത് വാഴത്തോപ്പ്, പിന്നെ ചിലയിടത്ത് ചെറിയ ചെറിയ കുറ്റി കുറ്റി ചെടികൾ പോലെ എന്തോ ഒന്ന്. അതെനിക്ക് വെറ്റില കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ മനോഹരമായിട്ടൊരു കൊച്ചു പാടം കേട്ടോ. നല്ല വിളഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സൂര്യപ്രകാശത്തിൽ നല്ല മഞ്ഞച്ച് നല്ല ഗംഭീര കാഴ്ച ആയതുകൊണ്ട് മനസ്സിനൊരു എന്താ പറയുക, ഒരു കുളിർമ. ഇത് വാഴത്തോപ്പാണ്. ഇതിനോട് ചേർന്നിട്ട് വയലോരം കണ്ടില്ലേ, നെൽവയലാണ്. നെൽവയലിനപ്പുറം കുറച്ച് തെങ്ങിൻ തോപ്പുകളും പിന്നെ തെങ്ങിൻ തോപ്പിന് താഴെയായിട്ട് പടർത്തി വിട്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് വെറ്റിലയാണെന്ന്. വെറ്റില കൃഷിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ അപ്പുറത്ത് എന്താണെന്ന് എനിക്കൊരു വ്യക്തതയില്ല എന്താണെന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഈ നെൽവയലിൻ്റെ ഉള്ളിലൊക്കെ കൊച്ചു കൊച്ചു കിളികൾ ഇരിക്കുന്നുണ്ട്. കിളികളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് അതുങ്ങൾ പറന്നു പോകുന്നതാണ്. നല്ല രസമാണ്. കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഈ നെൽവയൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ആ തെങ്ങിൻ്റെ ഇടയിലൊന്നും ഇട്ട് അതിങ്ങനെ കുറ്റി പോലെ നിൽക്കുന്നത് ഇവിടെ അപ്പുറം ഉള്ളത്, നെൽവയലിൻ്റെ അപ്പുറം ചെടി. ആ മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിനാണോ? ഞാൻ കരുതിയത് വെറ്റിലയാണെന്ന് പറഞ്ഞു. അതാരെ കൃഷിയാണ്? ഈ കുടപ്പുളി പോലെയുള്ള മരമാണ്. ഓ, ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ മാംഗോസ്റ്റിൻ? എൻ്റെ അകത്തേക്കുണ്ടോ? ആ, ഞാൻ മലയാറ്റൂര്. ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണോ, പറമ്പാണോ? ഇത് നമ്മുടെയാണ്. മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഓ, ഇവിടെ ഈ ഭാഗങ്ങളിൽ മാംഗോസ്റ്റിൻസ് അത്യാവശ്യം വന്നു തുടങ്ങി അല്ലേ?
ഇത് ശരിക്കും എങ്ങനെ പോണി വഴിയൊക്കെ? ഇതാ ടാങ്ങി ആ ആ ഓ ഓ എനിക്ക് തെറ്റിയതാണ് കേട്ടോ. അത് വെറ്റിലൊന്നല്ല, മാംഗോസ്റ്റിൻ്റെ ചെടികളാണ്. അത് ശരിക്കും പറഞ്ഞൊരു പുളിയുടെ ഇല പോലെയൊക്കെ ഇരിക്കുന്ന ഇലകളാണ് അതിൻ്റെ. ഈ സ്ഥലങ്ങളിൽ മാംഗോസ്റ്റിൻ കൃഷിയും ഒപ്പം തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു കൃഷി രീതി ഇവിടെ വന്നു തുടങ്ങിയല്ല. ഈ സ്ഥലത്ത് പലയിടങ്ങളിലും മാംഗോസ്റ്റിൻ കൃഷി നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുടിവെള്ളം തോന്നുന്നു ഫിൽട്ടർ ചെയ്യണ സംഭവമാണ് കാണുന്നത്. ഞാനേ നിങ്ങളെ മാംഗോസ്റ്റിൻ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വഴിക്ക് കയറിയത്. കണ്ടോ മാംഗോസ്റ്റിൻ. മലയാളി മലയാളി എന്നാ ആ ആ ആ എവിടെ ദേശം ഊര്? ആസാം. ശരി എന്നാ ബൈ. എനിക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ടേ ആസാമികളാണ്. അപ്പോൾ അവർക്ക് കറിക്ക് വേണ്ടിയിട്ട് പച്ചക്കറികൾ പുല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇലകളൊക്കെ പറിക്കാൻ, പച്ചിലകൾ പറിക്കാൻ വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ പറമ്പ് തോറും നടക്കുന്നത്. അപ്പോൾ ഞാനിത് എന്താണെന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ മലയാളം അവർക്ക് അറിയാൻ തോന്നും. അപ്പോൾ അവരവരുടെ ജോലിയിൽ മുഴുകട്ടെ, നമുക്ക് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. മാംഗോസ്റ്റിൻ കൃഷി ഞാൻ കണ്ടിട്ടില്ല. ആ ഇലകളൊക്കെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വയലിന് അപ്പുറത്തേക്ക് കടന്നു പോയതാണ്. രജി വയ്യമ്പുഴയുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. എൻ്റെ സുഹൃത്താണ് രജി വയ്യമ്പുഴയും. ഞാൻ ഒരുമിച്ച് പ്ലാന്റേഷനിൽ കുറച്ച് ചുറ്റി നടന്നിട്ട് പ്ലാന്റേഷൻ സ്റ്റോറീസ് ഞാൻ ചെയ്തിട്ടുണ്ട് വ്ളോഗിൽ. 3 പാർട്ടായിട്ട് വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പോയി കാണണേ. കാണുന്നത് അക്കോഡേറ്റാണ്, ചാട്ടക്കുളം അക്കോഡേറ്റാണ്. വെള്ളം ഒഴുകുന്നുണ്ടോ? നല്ല രസമല്ലേ? തോട്ടിക്കിടെ ഇങ്ങനെ ഒഴുകി പോകാൻ കുളിക്കാൻ തോന്നുന്നില്ലേ? ആഹാ അടിപൊളി. അലക്കാൻ കല്ല് കിട്ടിയിട്ടുണ്ടോ? ആരുടെ ഫോട്ടോ? അതെ, ഫേമസ് ആക്കണ്ടാന്ന്. കോടേറ്റിൻ്റെ താഴെ കാണാൻ നല്ല ഭംഗിയാണ്. മലയാറ്റൂരിൽ നിന്ന് ഇത് ചന്തക്കുളം കോടേറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ മലയാറ്റൂരിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ ഗംഭീരമാണ് എൻ്റെ വിഷ്വൽസ്, അടിപൊളി ഒന്നും പറയണ്ട. ഇതാണ് ഇവിടുത്തെ കളി ഗ്രൗണ്ട്. കാടിനോട് ചേർന്ന് കിടക്കുന്ന കളി ഗ്രൗണ്ടാണ് കേട്ടോ, മൈതാനമാണ്. ഫുട്ബോളാണ് പിള്ളേർ കളിക്കുന്നത്. രസമുള്ള കാഴ്ചകളൊക്കെ തന്നെ.
രജി വയ്യമ്പുഴ എത്തിക്കഴിഞ്ഞു. രജി വയ്യമ്പുഴ വീട്ടിൽ നിന്നാണ്, തൊട്ടടുത്ത് തന്നെയാണ് വീട്. ബൈക്ക് എടുത്ത് നമ്മൾ ബൈക്കിൽ നിന്നാണ്, ഞാനും ബൈക്ക് വഴിയാണ് നമ്മൾ വീണ്ടും അല്ലേ നമ്മൾ ഒരുമിച്ചുള്ള രജി വയ്യമ്പുഴയുടെ നാടാകുമ്പോൾ രജി വയ്യമ്പുഴ അറിയാതെ നാട്ടിൽ കാര്യങ്ങൾ നടക്കും അല്ലേ. പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്, മ്യൂറൽ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വഴിയാണ്. പ്ലാന്റേഷൻ ഇവിടെ നോക്കി കാണാലോ. അതെ. ഇവിടെ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇത് നമ്മുടെ അയ്യമ്പുഴയിലുള്ള ബസ്സിന്റെ സ്റ്റോപ്പാണെന്ന് പറയണേ. അതെ അതെ. അയ്യമ്പുഴയിലല്ല, കോട്ടയിലേക്കുള്ള. അത് കൊള്ളാട്ടാ. എന്റെ അപ്പോ ഇത് ഏക്കർ കാണിക്കാനാണല്ലോ. ഇത് ആന വന്ന് നശിപ്പിക്കാതിരിക്കാനാണ് ഇവിടെ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. 2 സൈഡ് ഫെൻസിങ് ആണ്, വഴി മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ അല്ലേ. ആനയൊക്കെ അത്യാവശ്യം ഉണ്ടോ അവിടെ? ഇപ്പോഴുണ്ട് ആന. നമുക്കൊരു 20 ആനയൊക്കെ വരേക്കും പല സമയത്തായിട്ട് ഇവിടെ വന്നു പോകും. കൂട്ടായിട്ട് വരുന്നത്. കൂട്ടായിട്ട് നിങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു 6 മണിയോട് കൂടിയിട്ടൊക്കെ ഇത് ചാർജബിൾ ആവും. ചാർജ് ചെയ്യും. ശരിക്കും പറഞ്ഞ പൈനാപ്പിള് ആനകൾക്ക് വരാൻ അതെ അതെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പഴം. അതെ. ഇത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ആണ്. അത് പ്ലാന്റേഷൻ കോർപ്പറേഷന് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓരോ വ്യക്തികൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. 90 വർഷമാണ് ഇതിന്റെ കാലാവധി. ഏകദേശം 30 വർഷത്തിന് മുമ്പാണ് അവിടെ അതൊക്കെ കുറച്ച് ശരിയാക്കിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ഇതാകുമ്പോ വേറെ ടെൻഷൻ ഇല്ലല്ലോ, കാരണം ചുറ്റും ഫെൻസിങ് ആയതുകൊണ്ടേ. പ്ലാന്റേഷൻ പോലെ അല്ലല്ലോ. ഇവിടെ ഫെൻസിങ് ഇട്ടതുകൊണ്ട് ആന ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ കാണുന്നതാണ് മലയാറ്റുന്നത്. ഏത്? ആ കാണുന്നത്. നേരെ കാണുന്നത് അത് ആ പള്ളിയാണ് നമ്മളെ. അടിപൊളി. ഞങ്ങളൊക്കെ നടന്നാണ് മലയാറ്റുമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് മുന്നേ. ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. ചെറുപ്പത്തില് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെ, ഈ വഴി പോവാം, പിന്നെ കാടിനുള്ളിൽ കൂടെ പോകാം. ഇവിടെ പല ആളുകൾക്കും അറിയില്ല ഇവിടെ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ച് ആളുകൾ ഈ പൈനാപ്പിൾ വെച്ചതിന് ശേഷം വന്നു തുടങ്ങിയിട്ടുണ്ട് കാണാനൊക്കെ. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിപ്പോ കേട്ടോ. ഈ മലഞ്ചെരുവ് പൈനാപ്പിൾ നമുക്ക് നിറഞ്ഞപ്പോഴേ, കാരണം മലഞ്ചെരുവിന്റെ സൗന്ദര്യം നമുക്ക് ഈ പ്ലാന്റേഷൻ റബ്ബറുകൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ലല്ലോ. റബ്ബർ കാട് മാത്രമല്ലേ കാണുള്ളൂ. ഇത് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്ന ലയങ്ങളാണ്. അവിടെയാണ് തൊഴിലാളികൾ. ലയങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ലയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് റബ്ബർ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും താമസം. ഈ റബ്ബർ പ്ലാന്റ് മുറിച്ചു കളഞ്ഞിട്ടുള്ള ഇവിടെ പൈനാപ്പിൾ പിടിപ്പിച്ചാണേ. അതെ. അപ്പോ ആ റബ്ബർ ടാപ്പിങ്ങും പരിപാടി ജോലിയുള്ള ആളുകൾക്ക് തന്നെയാണോ പൈനാപ്പിൾ കൃഷിയിലും? അല്ല, ഇത് പ്രൈവറ്റ് വ്യക്തികൾ കോൺട്രാക്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ് അവര്. മറ്റുള്ള നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് അവര് മാറി. റബ്ബറുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മാറി. ലയങ്ങളിൽ ഇപ്പോഴും താമസമൊക്കെ ഉണ്ടല്ലേ? ചെറിയൊരു ഓഫ് റോഡ് ആണല്ലോ. ചെറിയ ഓഫ് റോഡാണ്. ഇത് ആണ് നമ്മുടെ പാല് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പാലളക്കുന്നത് ഇവിടെ ഉണ്ട് അല്ലേ? പാൽപുര. കൊള്ളാം. അടിപൊളി. അവിടെ ഓടൊക്കെ ഇട്ടിട്ടേ ഗംഭീര കാഴ്ച. അതെ, ബ്രിട്ടീഷ് ബംഗ്ലാവ് പോലെ. ഒരു സമ്പന്നമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിറയെ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഇതിന്റെ വലിയ ഉദ്യോഗസ്ഥർ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. പണ്ട് കാലത്ത് നിർമ്മിതിയാണ്. ശരിക്കും ഈ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ നാട്ടിൽ പള്ളികളൊക്കെ പണിതിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ പണിതിട്ടുണ്ട്. അതേ മോഡലിൽ പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് ഇപ്പോ ഇവിടുന്ന് ഉദ്യോഗസ്ഥരൊക്കെ പോയതുകൊണ്ട് പലതും നശിച്ചു പോയി. അപ്പൊ ഇങ്ങനത്തെ താമസമില്ല, അതിനകത്തൊന്നും താമസമില്ലേ? താമസം ശരിക്കും ഇത് ഭയങ്കര ഭംഗിയാണോ ഈ പൈനാപ്പിൾ കൃഷി. നമുക്കാണ് ഈ ഭൂമിയുടെ സൗന്ദര്യം. അത് സത്യമാണ്. റബ്ബർ ഉണ്ടായിരുന്നേക്കാരും പൈനാപ്പിൾ വന്നപ്പോഴാണ് ഉണ്ടല്ലേ? പൈനാപ്പിളിന്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മരങ്ങൾ കാണുമ്പോൾ മൂന്നാറിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ശരി.
അല്ലേ? മൂന്നാറിലും പിന്നെ അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതെ, അവിടുത്തെ ഒരു ഫീൽ, അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര അടിപൊളി കാഴ്ചയായി കേട്ടോ. ഇത് ഒരുപാട് ഏരിയയിലേക്ക് പോയേക്കണല്ലോ ഇത് സംഭവം. ഭാവിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് സക്സസ് ആവാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും ഉണ്ട്. അതായത് ജാം ഉണ്ടാക്കുന്ന പരിപാടി. തൊഴിലാളികളാണ് ഇപ്പൊ ഈ ക്ഷേത്രങ്ങളിലൊക്കെ താമസം. തോട്ടില് വനത്തിൽ നിന്ന് വരുന്ന തോടൊക്കെ കാണും. പണ്ട് വരുന്ന പോലെ അല്ല കേട്ടോ. പണ്ട് നമ്മൾ പ്ലാന്റേഷൻ ഉള്ളിൽ പോകുമ്പോൾ അത് വേറൊരു സുഖം. വേറൊരു വൈബാണ്. ഇത് വൈബ് മൊത്തത്തിൽ എന്തോ ഇപ്പൊ രജീവ് പറഞ്ഞ പോലെ പെട്ടെന്ന് വേറെ ലോകത്ത് സത്യം. മൂന്നാർ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് കാണണം കേട്ടോ ഗെയ്സ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പ്ലാന്റേഷൻ്റെ മറ്റൊരു മുഖമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ. ലയങ്ങളും ആ പൈനാപ്പിൾ തോട്ടങ്ങളുടെ ഇടയിലുള്ള ലയങ്ങൾ കാണാൻ തന്നെ നല്ല ചന്തമാണ്. എങ്ങും പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷെഡുകള്, ഓരോ മരങ്ങള്. അതെ അതെ അതെ. ഈ മരങ്ങളൊക്കെ പൂക്കുന്ന ഒരു സമയമുണ്ട്. ചിലത് മരുതാണ്, മരുത്, അത് വയലറ്റ് കളറും പിങ്ക് കളറിലൊക്കെ ഉള്ള മരുതുകൾ. ഇതിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇത് വനത്തിൽ നിന്ന് വരുന്ന ഒരു അരുവിയാണ്. ഈ റോഡ് തന്നെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസമാണ് കാണാൻ, മൺ റോഡേ. അതെ അതെ അതെ. ശരിക്കും ഇത് ടാർ ചെയ്താൽ ഇതിന്റെ ഒരു ഭംഗി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പഴയ മൺപാത. അതെ, അതാണ്. ശരിക്കും ഇവിടെയൊക്കെ ആളുകൾ വരുന്നുണ്ടോ കാണാനായിട്ട്? ഇവിടെ ആളുകൾ വരുന്നുണ്ട്, ഇപ്പോൾ വന്നു തുടങ്ങി, വന്നു തുടങ്ങിയിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് അറിഞ്ഞും കേട്ടൊക്കെ ആളുകൾക്ക് എത്തി തുടങ്ങി. അതെ അതെ തീർച്ചയായിട്ടും. നമുക്ക് ആര് വേണമെങ്കിലും നമ്മുടെ വീടുകളിൽ ധൈര്യമായിട്ട് കൊണ്ടുവരാൻ കാണിക്കാനൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഓ, ഇത് ഇവിടുന്ന് പോകാൻ തോന്നുള്ളല്ലോ ചങ്ങാതി. അപ്പോൾ നിങ്ങൾ മൂന്നാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? അതെ അതെ അതെ. രാവിലെ ആകുമ്പോൾ ഭയങ്കരമായിരിക്കുമല്ലോ, മഞ്ഞൊക്കെ ആയിട്ട്. രാവിലെയൊക്കെ കോടമഞ്ഞുണ്ടാവും രാവിലെ. അപ്പോൾ അതിൽ നടക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ വഴിയിൽ. സൈക്ലിംഗ് പരിപാടികളൊക്കെ നമ്മുടെ പേര് വരുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡ് വണ്ടിയാണോ? ഓഫ് റോഡും പോവും. ഓഫ് റോഡ് പോവില്ല, ഓഫ് റോഡ് പോവും. ഇത് ബുള്ളറ്റൊക്കെ എടുത്ത് അല്ലേ അതെ അതെ വണ്ടി ഓടിച്ച് പോണതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ പൊളിച്ച് വേറൊരു വൈബായിരിക്കും. ആദ്യ പ്ലാന്റേഷൻ്റെ പ്രതിച്ഛായ മാറുകയാണ്. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം കണ്ണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് പാണ്ടുപാറയുള്ളത്. തൊട്ടപ്പുറത്താണ് മലയാറ്റൂരുള്ളത്. ഞാൻ ഇറങ്ങണോ? അത് ആ മുകളിൽ വരെ പോയിട്ട് ഇത് തിരിച്ചു വരാം. മലയാറ്റൂർമല അടുത്ത് കണ്ടിട്ട് അല്ലേ? മലയാറ്റൂർമലയുടെ പുറകുവശമാണത്? ഇല്ല, ഇത് ഫ്രണ്ട് വശമാണ് ശരിക്കും. മലയാറ്റൂർമലയുടെ പള്ളി ഇരിക്കുന്നതിൻ്റെ കവാടത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇപ്പം ശരിക്കും മലയാറ്റൂർമലയുടെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഈ കാഴ്ച അത് ആകാശദൃശ്യം പോലെ കാണാൻ പറ്റും അല്ലേ? പറ്റും. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഭംഗിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കുന്നതിന് കുറേ പേരുടെ കഷ്ടപ്പാടുണ്ട്. കാരണം ആനകൾ കൂട്ടമായിട്ട് വരും, എല്ലാ ദിവസവും വരും. ഇത് ഇവിടുത്തെ ഏരിയ ഇവിടെ അവസാനിച്ചു അല്ലേ? ഇവിടെ അവസാനിച്ചു. ഇനി പ്ലാന്റേഷൻ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ റബ്ബർ തോട്ടം നമ്മൾ കഴിഞ്ഞ ഇതിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. ഗെയ്സ്, ആ കാണുന്നത് നേരെ കാണുന്നത് മലയാറ്റൂർ മലയാണ് കേട്ടോ. ഇവിടെ ഓ, ഈ വഴി എങ്ങനെയുണ്ട് ഗെയ്സ്? അടിപൊളിയല്ലേ? മൺ റോഡാണ്. ഇത് ടാർ ചെയ്യാതിരിക്കുന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. കുറേയധികം ദൂരം ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ബൈക്കിൽ റൈഡ് ചെയ്ത് പോന്നു. ഗംഭീര കാഴ്ചകളാണ്. അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇനിയുള്ളത് മുഴുവൻ പ്ലാന്റേഷനാണ്, റബ്ബർ പ്ലാന്റേഷനാണ്. ആ മല കാണുന്നില്ല ഗെയ്സ്, അത് മലയാറ്റൂർ മലയാണ്. മലയാറ്റൂർ മല നമുക്ക് ഇവിടെ നോക്കിയാൽ ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ചിലപ്പോൾ അവിടെ നടക്കുന്ന ആളുകളെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ മരങ്ങളുള്ളതുകൊണ്ടാണ്. ബൈനോക്കുലർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. പക്ഷേ മരങ്ങളുടെ ഇടയിലൂടെ അത് കാണുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. ഈ പൈനാപ്പിൾ കൃഷി വന്നുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ മലയുടെ മൊത്തം ഒരു ബ്യൂട്ടി എന്താണെന്ന് ഈ ഒരു പൈനാപ്പിൾ നട്ടതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതി തന്നെയാണ്.
അതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പോൾ ആ വെയിലൊക്കെ വന്ന് ചാടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഭയങ്കര രസമാണ്. ഈ ഒരു സമയമാണ് ശരിക്കും വൈകുന്നേരം അല്ലെങ്കിൽ അതിരാവിലത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ അത് ഭയങ്കരമായിട്ട് മനോഹരമാക്കി മാറ്റുന്നത്. കോടയുണ്ട്, ഇതിനി കോട പിടിക്കും. കാരണം ഇത് താഴ്വാര ഇതല്ലേ, മല തടുത്ത് ഇവിടേക്ക് മാത്രമായിട്ട് കോട വരാൻ സാധ്യത. കാരണം മരങ്ങളുടെ ഇടയിൽ നിന്ന് ഇവിടെയുള്ള താഴ്ന്നു നടക്കുന്ന ഒരു സ്ഥലം. കാർ കൊണ്ട് വരാം നമുക്ക്. അത്രയ്ക്കല്ല ഓഫ് റോഡ് ഒന്നല്ല, ബൈക്കിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ വിശ്വാസം. അതെ അതെ. ഒരു തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ, തണലായല്ലോ, തണുത്ത കാറ്റുണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആനകൾ അതല്ല അവരുടെ ഏരിയ ആയിട്ട് മാറുമല്ലേ. അവരുടെ ഏരിയ ആണല്ലേ. ഇതുണ്ട് കേസ്, കാക്കപ്പൂക്കളാണ്. അപ്പോൾ ഈ കാക്കപ്പൂക്കളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുക തന്നെ വിരളാണ് അല്ലേ. കാക്കപ്പൂക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും പരിസരങ്ങളിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാക്കപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിന് കാക്കപ്പൂ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം നിറയെ ഉണ്ട് ഈ കാക്കപ്പൂ. ഇവിടെ ഒരു കാക്കപ്പൂ വസന്തം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഫെൻസിങ്ങിൽ 6 മണിക്ക് ചാർജ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ 6 മണിക്ക് ശേഷം, അതെ, ഒരു 4 മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, 4 മണിക്കെന്ന് പറയുള്ളൂ, ഒരു 4:30 ആകുമ്പോൾ അവിടെ വരാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം. പിന്നെ ഒരു 6 മണിക്കുള്ളിൽ വീട്ടിൽ തിരിച്ചു പോവുക. മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. മൃഗങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആനയാണ് പ്രധാനം. അതെ, ഇവിടെ വന്നിട്ട് അല്ലേ ഒരു ഹൈക്കിങ് ട്രക്കിംഗ് ആവട്ടെ. എന്തായാലും രജീവിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞപ്പോഴും അന്ന് നമുക്കൊന്ന് കയറി പോകാമെന്ന് പറഞ്ഞിട്ടും സാധിച്ചില്ലല്ലോ. ഈ പ്രാവശ്യം അത് സാധിക്കുകയാണ്. ഇവിടെ ഒരു ബാർഗ്യൂ നിലയം ഉണ്ടല്ലോ ചങ്ങാതി, ഇതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? അത് ആളുകൾ ഉപേക്ഷിച്ച് പോയതാണത്. ഈ വഴി തന്നെ പോണേ. ഓ, ഉണ്ടോ, ഒരു വീട് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഭാർഗവി നിലയം പോലെ തന്നെയുണ്ട് കേട്ടോ. കുറച്ച് ഹൊറർ സ്റ്റോറിയാണെന്ന് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? അത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ അപ്പച്ചനും മകനും തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പച്ചൻ മകനെ വാക്കത്തി കൊണ്ട് വെട്ടുകയും അത് പത്രങ്ങളിലൊക്കെ ആ സമയത്ത് വന്നതാണ്, പത്രമാധ്യമങ്ങളിലൊക്കെ. പിന്നീട് 2 പേരും മരിച്ചു പോവുകയും ചെയ്തു. ഓ, അപ്പോൾ അങ്ങനെ അവർ പിന്നെ വീട് ഉപേക്ഷിച്ച് പോയതാണ് ഇവിടുന്ന്. അരുവി തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇത് ഉറവ് തുടങ്ങുന്നത് അല്ലേ? ഇതാണ് ഉറവ് തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഉണ്ടാവും ഇത്? ഭൂരിഭാഗം സമയം ഉണ്ടാവും. വളരെ കടുത്ത വേനൽ വരുമ്പോൾ മാത്രമാണ് വറ്റി പോകുള്ളൂ. ഓ, ഈ മലമുകളിൽ പെയ്യുന്ന വെള്ളമെല്ലാം മലയുടെ ഉള്ളിലൂടെ ഒലിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൂടെ പുറത്തേക്ക് വരികയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അരുവികളൊക്കെ തുടങ്ങുന്നത്. ഒരു അരുവിയുടെ ഉത്ഭവസ്ഥാനമാണ്. കാണുമ്പോൾ ഒന്നുമില്ലായിരിക്കും, പക്ഷെ കണ്ടില്ലേ ഈ താഴ്വാരത്തിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു പൊത്തിലൂടെ വെള്ളം ഒഴുകി കൊണ്ട് വരുന്നുണ്ടോ ഉറവ. ഇപ്പോൾ രജി വയ്യമ്മയുടെ ഒപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊള്ളാലോ, ഗംഭീരം, അടിപൊളി. ഇങ്ങനൊരു പാറപ്പുറവും അല്ലേ, അടിപൊളി. ആനകളും മ്ലാവുകളൊക്കെ പന്നികളൊക്കെ വിഭജിച്ച് കിടക്കുന്ന സ്ഥലമുണ്ട്. ആണോ? ശരി. അയ്യമ്പുഴയുടെ സൂയിസൈഡ് പോയിന്റ് ആണോ? ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്, കരിഞ്ഞുണങ്ങി. പക്ഷെ ഇതിന് മുകളിലൊക്കെ എങ്ങനെ ഗ്രിപ്പ് പിടിച്ചിട്ട് കയറി ധൈര്യത്തോടെ കയറി തന്നെ അല്ലേ? ഷോ, ആനയ്ക്ക് കയറ്റം കയറാനാണ് എളുപ്പം, ഇറക്കത്താണ് ആനയ്ക്ക് ക്ലച്ച് കിട്ടാത്തത്. ആണോ? ഇറക്കം പറ്റില്ലായിരിക്കും അല്ലേ, ഉരുണ്ട് വീഴും. ക്ലച്ച്, അതെ, ബാലൻസ് കിട്ടില്ലായിരിക്കും. പക്ഷെ കയറ്റം നന്നായിട്ട് കയറും. ഇതൊരു ഒക്കെയാണ് കേട്ടോ.
അങ്ങനെ രജീവിന്റെ വീട്ടിലേക്ക് വന്നു. നല്ലൊരു മല ഹൈക്ക് ചെയ്ത് താഴെ എത്തിയപ്പറ്റി നല്ല ക്ഷീണമായി. ആ ക്ഷീണത്തിൽ താഴെ ഇറങ്ങി അദ്ദേഹത്തിന്റെ തന്നെ അനിയൻ രജീവിന്റെ അനിയനുണ്ട് ഇവിടെ. മലയാറ്റൂര് KCBയിലെ ജീവനക്കാരനാണ്. അതാണ് അദ്ദേഹം. ഞങ്ങളത് ഇന്ത്യയിലെ കളി ഇവിടെ വച്ചുകൊണ്ടിരിക്കുക. രജീവിന്റെ കുറച്ച് വർക്കുകളാണ് രജീവില് വരച്ചു വച്ചിരിക്കുന്നതാണ്. രജീവിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ഒന്നും കൂടി മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും ഇതുപോലത്തെ വർക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ രജീവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് നമ്പറും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നല്ല രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇത് അവാർഡ് കിട്ടിയില്ല, ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുള്ള കലാകാരനാണ്. 2013 കേരള ലളിതകലാ അക്കാദമി സെലക്ഷൻസിലായിരുന്നു. അപ്പൊ അങ്ങനെ അത്യാവശ്യം ആളുകളിൽ അറിയപ്പെടുന്ന ശ്രദ്ധേയനായിട്ടുള്ള ഒരു കലാകാരനാണ്. ആ കലാകാരനൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇതിക്ക് മുമ്പുള്ള ഒരു യാത്ര നമ്മൾ ഒരു 3 പാർട്ടായിട്ട് അയ്യമ്പയുടെ വിശേഷങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് കൂടി കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈകിട്ടൊക്കെയാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്, കരുതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും രജീവും ഉപ്പുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഈ വീഡിയോ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വീഡിയോ കാണാൻ എല്ലാവരും. ഇപ്പോ നമ്മള് ബൈ.